മലയാളം സർവകലാശാല ഭൂമി വിവാദം തിരൂർ മണ്ഡലം മുസ്ലിം ലീഗ് കമ്മിറ്റി TMG കോളേജിന് മുന്നിൽ പ്രക്ഷോഭ പരിപാടി സംഘടിപ്പിച്ചു. പരിപാടി മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി അബ്ദുറഹ്മാൻ അണ്ടത്താണി ഉദ്ഘാടനം ചെയ്തു. ഒരു കാര്യം ഞങ്ങൾ ആദ്യമായി പറയട്ടെ, ഇന്ന് മാത്രമല്ല ഇനി ഒരിക്കലും ഈ കവാടത്തിലേക്ക് കടക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല എന്ന് പ്രഖ്യാപിക്കാൻ ഇവിടുത്തെ ജനങ്ങൾക്ക് കഴിയണം. കാരണം ഓരോ വിദ്യാഭ്യാസ സ്ഥാപനവും പിറവിയെടുക്കുമ്പോൾ ആ പിറവിയെടുക്കുന്നതിന് പിന്നിൽ വിയർപ്പ് ചിന്തുന്ന കുറെ മനുഷ്യരുണ്ട്. ഇവിടെ ഒരു കോളേജ് വരുമ്പോൾ ആ കോളേജിന് വേണ്ടി സ്ഥലം കണ്ടെത്താൻ പാടുപെട്ട് ഓടി നടന്നവർ ഒരുപാട് പേരുണ്ട്. അവരിൽ പലരും ഇന്ന് നമ്മോടൊപ്പം ഇല്ല. 5 ഏക്കർ സ്ഥലം കൊടുത്താൽ ഒരു കോളേജ് കിട്ടും എന്ന് വിചാരിച്ചപ്പോൾ അത് പോരാ. ഈ കോളേജ് നാളെ അംഗീകാരങ്ങളുടെ പടവുകൾ കയറേണ്ട ഒരു വലിയ വിദ്യാഭ്യാസ സ്ഥാപനമായി വളരണം എന്നുള്ള ഉദ്ദേശശുദ്ധിയോടുകൂടിയാണ് അവരന്ന് ഇത്രയേറെ സ്ഥലം അതിനുവേണ്ടി ഉണ്ടാക്കിയെടുത്തത്. അതിൻ്റെ ഗുണഫലവും കിട്ടി. കാരണം NAAC അക്രഡിറ്റേഷനുള്ള ഒരു കോളേജ് എന്നതിനേക്കാൾ അപ്പുറം ബിരുദവും ബിരുദാനന്തര ബിരുദവും പഠിക്കാൻ കുട്ടികൾക്ക് അവസരമുള്ള ഒരു വലിയ സ്ഥാപനമായി ഇന്നിത് വളർന്നു. മലയാളം സർവകലാശാല ഭൂമി തട്ടിപ്പ് മറക്കാൻ TMGയുടെ ഭൂമിയോ എന്ന മുദ്രാവാക്യവുമായി തിരൂർ മണ്ഡലം മുസ്ലിം ലീഗ് കമ്മിറ്റി സംഘടിപ്പിച്ച പ്രക്ഷോഭ പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അബ്ദുറഹ്മാൻ അണ്ടത്താണി. പരിപാടി മണ്ഡലം മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി വെട്ടം ആലിക്കോയ സ്വാഗതം പറഞ്ഞു. പ്രസിഡന്റ് കോട്ടയിൽ കരീം അധ്യക്ഷനായി. ഇങ്ങനെ ഒരു സമരരംഗത്തേക്ക് മുസ്ലിം ലീഗിന്റെ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കടന്നു വന്നതിലുള്ള സന്തോഷം രേഖപ്പെടുത്തുകയും ഇതിന് നേതൃത്വം നൽകുന്ന മണ്ഡലം മുസ്ലിം ലീഗ് കമ്മിറ്റിയെ ഞാൻ ഈ സന്ദർഭത്തിൽ അഭിനന്ദിക്കുകയും ചെയ്യുകയാണ്. ഈ സമരം മഹത്തായ ഒരു ധർമ്മസമരം. ഈ സമരം 2 സ്ഥാപനങ്ങളുടെ സംരക്ഷണം ആവശ്യപ്പെട്ടുകൊണ്ട് നടത്തുന്ന സമരമാണ്. തിരൂർ MLA കുറുക്കോളി മൊയ്തീൻ, മുസ്ലിം ലീഗ് ദേശീയ അസിസ്റ്റന്റ് സെക്രട്ടറി MP മുഹമ്മദ് കോയ, തവനൂർ മണ്ഡലം മുസ്ലിം ലീഗ് പ്രസിഡന്റ് M അബ്ദുള്ളക്കുട്ടി, ജില്ലാ ഭാരവാഹി സൈദൽവി മാസ്റ്റർ, ഫൈസൽ എടശ്ശേരി, കീഴടത്തിൽ ഇബ്രാഹിം ഹാജി തുടങ്ങിയ നേതാക്കൾ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു.